ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നങ്ങൾ നമുക്ക് പറഞ്ഞു തരുവാനും പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുവാനുമായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ഏറെ പ്രിയങ്കരനായ ഡെന്നിസ് ജോയ് സാറിന് ഞാൻ കോട്ടയ്ക്കൽ എന്ന സ്ഥലത്ത് നിന്നും എഴുതുന്ന കത്താണിത്. ഇവിടെ 10 സെന്റ് സ്ഥലത്താണ് എൻ്റെ വീട്. ഇവിടെ താമസമായതിൽ പിന്നെ എന്നും ഓരോരോ അസുഖങ്ങളാണ്. മക്കൾ ആകെ പഠിത്തം മുഴപ്പിയ മട്ടിലാണ്. സാമ്പത്തികപരമായും ഒരു ഉയർച്ചയും ഇല്ലാത്ത അവസ്ഥ. ആകെ മാനസികമായി പ്രയാസത്തിലാണ്. എൻ്റെ വീടിൻ്റെ പ്ലാനും എല്ലാവിധ വിശദാംശങ്ങളും ഇതോടൊപ്പം അയക്കുന്നു. ദയവായി മറുപടി തന്ന് സഹായിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് പണ്ട് നേരത്തെ വെച്ചാരാധന ദോഷമുള്ള ഭൂമിയായിട്ട് കാണുന്നുണ്ട്. അത് തന്നല്ല, ഇത് പലര് കൈമറിഞ്ഞ് വന്ന സ്ഥലമായിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ കൂടുതൽ കാലം ഇത് പലർക്കും കയ്യിൽ വെക്കാൻ പാടില്ല. കാരണം വെച്ചാൽ നല്ല സമയം നല്ലതായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു വസ്തു വാങ്ങിച്ചത് അല്ലെങ്കിൽ ഇതിനകത്ത് വീട് വെച്ചത്. പക്ഷേ ഇതിനകത്ത് എന്ന് വസ്തു വാങ്ങിച്ചോ അത് കഴിഞ്ഞ് വീട് വെച്ച സമയത്ത് പൂർണ്ണമായിട്ട് ഇതിനകത്ത് ഇവർക്ക് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതിനകത്ത് ബാധിക്കാൻ തുടങ്ങും. കാരണം ചില ഭൂമി എന്ന് പറയുന്നത് ഭൂമി സംബന്ധമായിട്ട് ചിലപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള ഭൂമി ഉണ്ടാകും. അപ്പോൾ നമ്മളൊരു വീട് വെക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിച്ച ശേഷം ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ആദ്യമേ നമ്മൾ കൺഫേം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്നിട്ട് അതിനകത്തുള്ള ദോഷങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്ത ശേഷം വീട് പണി തുടങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ ചിലപ്പം സോണിയാഗൻ അറിയായിരിക്കും പല സ്ഥലങ്ങൾ പലരും വാങ്ങിച്ച ശേഷം നശിച്ചു പോകുന്നതായിട്ട് പലരും കണ്ടിട്ടുണ്ട്. കാരണം നല്ല സാമ്പത്തിക ഉയർച്ചയുള്ള ആൾക്കാരാണ്. ചില സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ ചില വീടുകൾ വാങ്ങിച്ച ശേഷം അവർക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാതെ അവർ ബുദ്ധിമുട്ടി കിടന്ന് കഷ്ടപ്പെടുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും വാസ്തുവിൻ്റെ ആണോ അല്ലെങ്കിൽ വസ്തുവിൻ്റെ ആണോ ജാതകത്തിൻ്റെ ആണോ എന്ന് ആൾക്കാർ തിരക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് എന്താണ് എന്ന് നമ്മൾ കൺഫേം ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ഒരു 99% ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. പക്ഷേ ചില ദോഷങ്ങൾ ഒരിക്കലും മാറാത്തതാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭൂമികളൊന്നും നമ്മൾ എടുക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇവർക്ക് പറ്റിയിരിക്കുന്നത് ഇതിനകത്ത് വെച്ചാരാധനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ദോഷങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന പ്രതിവിധി ചെയ്യിക്കണം. കാരണം പണ്ട് ഇതിനകത്ത് കാവും വെച്ചാരാധനയൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഒരു ജ്യോത്സ്യനെ സമീപിച്ച് എന്താണ് അതിന് പരിഹാരം എന്ന് കണ്ടുപിടിച്ച ശേഷം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ അവർ അത്യാവശ്യമായിട്ട് ചെയ്താൽ അതിൻ്റെ ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ ഈ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് പോർഷൻ ഇതിനകത്ത് കുട്ടികളുടെ പോർഷനായിട്ട് വരുന്നതാണ്. ഈ ഒരു പോർഷന് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ആ ഒരു ഭാഗം ഒരു 3.25 മീറ്ററോളം ഛേദിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ഇല്ലാതെ വന്നാൽ ഇതിനകത്ത് താമസിക്കുന്ന അച്ഛനും അമ്മയ്ക്കും അവരുടെ പിള്ളേരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കാം. ചിലപ്പം പഠിത്തം ഉഴപ്പിപ്പോയെന്നിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മാനസികമായിട്ട് അവർക്ക് പിള്ളേരെ കൊണ്ട് പ്രയാസം ഉണ്ടാവാം. രണ്ടാമത്തെ ഒരു കാര്യം, സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് കാല് സംബന്ധമായിട്ടുള്ള കാലുവേദനയോ അല്ലെങ്കിൽ വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ ഈ പറഞ്ഞ പോലെ ക്യാൻസറിൻ്റെ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം തെക്ക് പടിഞ്ഞാറ് മൂല ഇല്ലാതായി പോയാൽ. അതുപോലെ ഈ തെക്ക് പടിഞ്ഞാറ് പോർഷൻ ഇവർ ഭൂമിക്ക് അടിയിൽ കൂടാണെങ്കിൽ പോലും ഒരു ബേസിക് ഫൗണ്ടേഷൻ കെട്ടി സ്ക്വയർ ചെയ്തെടുത്താൽ ഈ ഒരു ദോഷം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു കിണർ കാണുന്നുണ്ട്. കാരണം തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് അഗ്നിയുടെ കോണാണ്. കാരണം അഗ്നിയെ സംബന്ധിച്ചിട്ട് വാസ്തുവിൽ ഫയറിൻ്റെ സിമ്പിളായിട്ടാണ് നമുക്ക്. കാരണം ഒരു സമ്പത്തിൻ്റെ സിമ്പിളാണ് തീ എന്ന് പറയുന്നത്. അപ്പോൾ തീയുടെ ഭാഗത്തായിട്ട് ഇത്രയും വലിയൊരു കിണർ വന്ന് കഴിയുമ്പം നമ്മുടെ സമ്പത്ത് ക്ഷയിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. കാരണം വെച്ചാൽ നമ്മൾ ഈ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കൊരു 10 ഏക്കർ തോട്ടമോ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ബാങ്ക് ബാലൻസോ ഉള്ള ആളാണെങ്കിൽ പോലും ഇതിനകത്ത് സ്ഥിരമായിട്ട് താമസിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കടബാധ്യതയിൽ വന്ന് കയറാനും നമുക്കുണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ വിറ്റുപോകാനും ഒക്കെ ഉള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം, സ്ത്രീകളുടെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുപോലെ ഇതിനകത്ത് താമസിക്കുമ്പോൾ മനസമാധാനം കിട്ടുന്ന പ്രശ്നമേ ഇല്ല. കാരണം എപ്പോഴും നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ടെൻഷനും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ ഒരു കിണറിനെ മതിൽ കെട്ടി പുറത്താക്കുക. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടുള്ള കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെയുള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, നോർത്ത് ഈസ്റ്റ് ഭാഗം എന്ന് പറയുന്ന ഭാഗം നമുക്ക് മിസ്സിങ് കോർണറായിട്ട് വന്നാൽ ആ വീട്ടിൽ താമസിക്കുന്ന ധനം ഉണ്ടാവുകയില്ല, മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളുണ്ടാവാം. അതുപോലെ നമുക്ക് ഹെഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തെ കാർ പോർച്ചിന് ബേസിക് ഫൗണ്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ ദോഷങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. ഇത്രയും കാര്യങ്ങളെ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വീടിനെ ബാധിക്കുന്നുള്ളൂ. ഇതിന് വേണ്ടുന്ന പ്രതിവിധി ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു നിലവിലുള്ള ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടുകയും ചെയ്യും. പിന്നെ ജാതകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ സമയമോശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് പോകുമ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ പൂർണ്ണമായിട്ട് ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുക. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഈ ഒരു വിഷയം പൂർണ്ണമായിട്ടും മാറിക്കിട്ടുകയും ചെയ്യും.
പരമ്പരാഗതമായിട്ട് ഉണ്ടായിരുന്ന കുടുംബത്തിൽ തന്നെ ഒരുപാട് ലാൻഡ് ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ആ കുടുംബം ആ വീട് നിലനിർത്തിക്കൊണ്ട് തന്നെ അതേ പ്രോപ്പർട്ടിയിൽ വേറെ ഒരു വീട് ചിലപ്പം സഹോദരങ്ങൾ വയ്ക്കാറുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടി വരിക? നമുക്ക് ഇപ്പോൾ ഒരു വലിയ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചിലപ്പോൾ ഒരു 10 സെൻറ്റിലോ 20 സെൻറ്റിലോ ആണ് നമ്മളൊരു വീട് പ്ലാൻ ചെയ്തെന്ന് വെച്ചു. അപ്പോൾ അതിനോട് ചേർത്ത് നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഒരു പ്ലോട്ട് ഇപ്പം വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഭാഗം ഏതെങ്കിലും ഒരു വാസ്തുക്കാരെ വിളിച്ച് കാണിച്ച ശേഷം കൃത്യമായിട്ട് എനർജി ഫ്ലോ ഉള്ളതാണോ എന്ന് നോക്കണം. അത് തന്നല്ല, ഇപ്പം നിലവിൽ നിൽക്കുന്ന വീടിന് പുതിയ വീട് പണിയുമ്പം മറ്റെന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് അവരെ കൊണ്ട് ചെക്ക് ചെയ്യണം. കാരണം ചിലപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗം അടയോ അല്ലെങ്കിൽ ബ്രഹ്മസൂത്ര അടയോ ചിലപ്പം ഈ പറഞ്ഞ പോലെ തന്നെ പറയാൻ കാര്യം വെച്ചാൽ ചില വീടുകൾ ഒരു വീട് ഓൾറെഡി നിലവിൽ നിൽപ്പുണ്ടെന്ന് വെച്ചു, ഇവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വീട് കുറച്ചുകൂടെ പുതുക്കണമെന്ന് തോന്നിയിട്ട് അല്ലെങ്കിൽ വേറൊരു വീട് വേണമെന്ന് തോന്നിയിട്ട് ഇവർ അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു വീട് പണിഞ്ഞിട്ടുണ്ട്. അപ്പം ഈസ്റ്റ് ഭാഗത്തോട്ട് ദർശനമുള്ളൊരു വീടിൻ്റെ ഫ്രണ്ടിൽ ഒരാൾ വേറൊരു വീട് ചെയ്യുമ്പം ബാക്കിലെ വീടിൻ്റെ ബ്രഹ്മസൂത്രം യമസൂത്രം എല്ലാം അടഞ്ഞു പോകും. കാരണം ഫ്രണ്ട് കംപ്ലീറ്റ് അടഞ്ഞു പോയിട്ടു. അങ്ങനെയുള്ള പല വീടുകളും നമുക്ക് പ്ലാൻ അയച്ച് തന്നിട്ടുമുണ്ട്. അപ്പോൾ ഇവരെ ഇനി നമ്മൾ ഇങ്ങനൊരു വീട് നമ്മൾ പ്ലാൻ ചെയ്യുന്നെങ്കിൽ നമ്മൾ പുതിയ വീട് വെക്കുന്നത് കൊണ്ട് നിലവിലുള്ള വീടിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യണം. പുതിയ വീട് വെക്കുമ്പം പഴയ വീട് കൊണ്ട് പുതിയ വീടിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യണം. കാരണം ചില ഏരിയയിലൊക്കെ പോകുമ്പോൾ ഈ മതിൽ കെട്ടുന്ന പരിപാടി അവിടെ വളരെ കുറവാണ്. കാരണം ചിലപ്പം കമ്പിവേലി ഇട്ടിട്ട് ഗ്രില്ല് തിരിപ്പിക്കുകയോ അങ്ങനെയൊക്കെയുള്ള ഗ്രില്ലുകളൊക്കെ ഇട്ടുള്ള പരിപാടികളാണ് പലപ്പോഴും. അപ്പോൾ ഈ പറഞ്ഞ പോലെ അന്ന് ചിലപ്പം നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഇവരൊരു കിണർ കുഴിച്ചിട്ടുണ്ടെന്ന് വെച്ചു ആദ്യത്തെ തറവാടിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വടക്ക് ഭാഗത്താണ് അടുത്ത ഒരാൾ പുതിയൊരു വീട് വെക്കുന്നതെന്ന് വെച്ചു. അപ്പോൾ ആ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിരിക്കും ഈ ഒരു കിണർ വരുന്നത്. അപ്പോൾ ചില വീടിൻ്റെ കിണറുകൾ നമ്മൾ വേറൊരു വീട് വെക്കുമ്പോൾ ഈ പുതിയ വീട്ടുകാർക്ക് അത് ദോഷമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് പുതിയ വീട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന പ്ലോട്ട് എടുത്ത ശേഷം അതിനെ കൃത്യമായിട്ടുള്ള വാസ്തുവിൻ്റെ അളവുകൾ അനുസരിച്ച് നമ്മളതിൻ്റെ ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു മതിൽ കെട്ടിയോ ശേഷം വേണം വീട് പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. 2, എനർജി ഫ്ലോ തടസ്സപ്പെടുന്നെങ്കിൽ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം. ഈ 2 വീടുകൾക്കും ദോഷമില്ലാത്ത രീതിയിൽ നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പണി തുടങ്ങാം. കാരണം നല്ലൊരാളെ വിളിച്ചിട്ട് നമുക്ക് കുറ്റി അടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ചില സ്ഥലങ്ങളിലൊക്കെ നാഗമൊക്കെ ഉള്ള ഭൂമിയാണെങ്കിൽ നമ്മൾ കല്ലിടുമ്പോൾ നാഗങ്ങൾക്കൊന്നും ദോഷം വരാത്ത രീതിയിലുള്ള സ്ഥാനം നിർണ്ണയിച്ച് വേണം നമുക്ക് ചെയ്യുവാനായിട്ട്. അപ്പോൾ അതനുസരിച്ച് വാസ്തു അറിയാവുന്ന ആരെങ്കിലും വിളിച്ചിട്ട് ഒരു സ്ഥാനനിർണ്ണയം നടത്തി നല്ലൊരു സമയം നോക്കി കല്ലിട്ട് വീട് പണി സ്റ്റാർട്ട് ചെയ്യാം. അത് തന്നെയല്ല, പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് മറ്റു വീടിന് ദോഷം വരാത്ത രീതിയിലുള്ള ഹൈറ്റും കാര്യങ്ങളും കണക്കിലും അതിൻ്റെ ചുറ്റളവിലും വേണം നമുക്ക് ഇതിനകത്ത് വീട് ചേർത്ത് പണിയുവാനായിട്ടും. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മറ്റു ദോഷങ്ങളൊന്നും വരാതെ തന്നെ നമുക്ക് പണി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതി അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം.